ഹലോ ഫ്രണ്ട്സ്, ഞാൻ നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ CJP പ്രക്ഷോഭവും മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെക്കുറിച്ചിട്ട്. ഈ CJPയുടെ പ്രക്ഷോഭത്തിനോടും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് നെസസറി. മന്ത്രിയുടെ രാജി പോലും ഇറ്റ് വാസ് നോട്ട് നെസസറി. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ ഒരു ടോപ്പിക്കിലോട്ട് കടക്കുന്നില്ല. ഇന്ന് ഞാൻ പറയുന്നത് ഇവിടെ E20 പെട്രോളിനെ കുറിച്ചും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡും അതുപോലെ പ്രതിപക്ഷത്തെക്കുറിച്ചും E20 വിഷയത്തിൽ പ്രതിപക്ഷത്തെക്കുറിച്ചും ഇവിടുത്തെ മാധ്യമങ്ങളെയും ബുദ്ധിജീവികളെയും പല കാര്യത്തിലും ഇടപെടുന്ന കുറേ സിനിമ ആക്ടിവിസ്റ്റ് ആൾക്കാരുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള അവരെ പറ്റിയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു E20 പെട്രോളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ E20 പെട്രോൾ ഇപ്പോൾ നമ്മുടെ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വർഷം ഏപ്രിൽ മുതൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഓൺലി E20 പെട്രോൾ മാത്രമേ നമുക്ക് പമ്പുകളിൽ കിട്ടുള്ളൂ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ശുദ്ധ തെണ്ടിത്തരം തന്നെ പറയണം. തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം. ഒരു വ്യക്തി, അതിപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, എന്തിനും ഇപ്പം നമ്മൾ മേടിക്കണമെങ്കിൽ 1 ലക്ഷം ആയത് കൂടുതൽ റേറ്റ് കൊടുത്താലേ ഒരു പുതിയ വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ ഈ ജനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട്, ടാക്സ് കൊടുത്തിട്ട്, GST കൊടുത്തിട്ട്, ഇൻഷുറൻസ് അടച്ചിട്ട്, റോഡ് ടാക്സ്, ഇത്രയധികം പൈസ കൊടുത്തിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് ആ വെഹിക്കിളിന് നിറയ്ക്കാനുള്ള ഫ്യൂവൽ ഒരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ തെണ്ടിത്തരം എന്നല്ലാണ്ട് എന്താണ് പറയുക? 2023 ശേഷം ഇറങ്ങുന്ന വണ്ടികളാണ് E20 കോമ്പാറ്റബിൾ. നമ്മുടെ നാട്ടിലെടുക്കുന്ന 10% അല്ലെങ്കിൽ 15% വണ്ടികളായിരിക്കും 2023 ശേഷം ആയിട്ടുള്ള വണ്ടികൾ. എത്രയോ പേര് യൂസ് ചെയ്യുന്ന വണ്ടികൾ 2023 മുമ്പ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഇത്ര ലക്ഷക്കണക്കിന് രൂപ അവർ ലോൺ എടുത്തിട്ട് മേടിച്ച വണ്ടിക്ക് ഈ ഫ്യൂവൽ E20 മിക്സ് ആയിട്ടുള്ള ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ 2-3 വർഷം കൂടുമ്പോൾ അവർക്ക് 10,000 രൂപയുടെ സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. 15 വർഷം മിനിമം, അല്ലെങ്കിൽ 20-25 വർഷം ലൈഫുള്ള ഒരു വണ്ടിയുടെ ലൈഫ് 15 വർഷം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 10 വർഷത്തിനുള്ളിൽ തന്നെ വണ്ടി കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും. പിന്നെ മൈലേജ് ഡ്രോപ്പ്, എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്. എൻ്റെ വണ്ടി 2022 ശേഷമുള്ള, അത് 2023 മാനുഫാക്ചർഡ് വണ്ടി, E20 കോമ്പാറ്റബിൾ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. E20 കോമ്പാറ്റബിൾ വണ്ടിയായിട്ട് പോലും ഞാൻ മൈലേജ് ചെക്ക് ചെയ്യുന്ന, ഫ്യൂവൽ എഫിഷ്യൻസി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ആളാണ്. E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടിയായിട്ട് പോലും എനിക്ക് 15 മുതൽ 20% ഫ്യൂവൽ എഫിഷ്യൻസി ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി 2020 E20 കോമ്പാറ്റബിൾ അല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി ഇതിനേക്കാളും മാരകമായ രീതിയിൽ കുറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, ഞാനതൊന്നും കാണാതിരിക്കുന്നില്ല. E20 പെട്രോളിന് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്യൂഷനാണ്. ഒരുപാട് പൊള്യൂഷനാണ്. പൊള്യൂഷൻ കൂടുന്തോറും തീർച്ചയായിട്ടും അവിടെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നു. അപ്പോൾ E20 പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ പൊള്യൂഷനിൽ നല്ല രീതിയിൽ പൊള്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. ഒരു ഡൗട്ടില്ല, നല്ല രീതിയിൽ പൊള്യൂഷൻ കുറയും. പൊള്യൂഷൻ കുറയുന്തോറും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഓഫ് കോഴ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ നാട് നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു യുദ്ധത്തിലല്ലെങ്കിൽ പോലും പുറത്ത്, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, വേറെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായാൽ പോലും അത് വലിയ രീതിയിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ കൂടുതൽ ഈ പെട്രോളൊക്കെ, ഈ ഫ്യൂവൽസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സ്വയം പര്യാപ്തത നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ഓയിൽസിൻ്റെ അളവിൽ വലിയ നല്ല രീതിയിൽ ഒരു കുറവ് നമുക്ക് ഉണ്ടാക്കണം, കുറയ്ക്കാൻ സാധിക്കണം. E20 പെട്രോൾ ഇതിനൊക്കെ നമ്മളെ സഹായിക്കും. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കും, ഒരു ലോങ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും E20 പെട്രോൾ ഉപകാരം തന്നെയാണ്, യാതൊരുവിധ സംശയവുമില്ല. അതുകൂടാതെ ഇവിടുത്തെ ഫാർമേഴ്സിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കരിമ്പ് ഫാർമേഴ്സിന്, അല്ലെങ്കിൽ കരിമ്പ് മാത്രമല്ല, വേറെ കുറേ അധികം ഇത് E20 ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഫാർമേഴ്സിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ് സൈഡ് ഒരുപാടുണ്ട്. അതൊക്കെയാണ്, നമ്മുടെ രാജ്യത്തിന് ഇത് നല്ലത് തന്നെയാണ്. വി ആർ അഗ്രി. പക്ഷേ ഒരു മിനിമം കേട്ടസി, അതായത് 2022 വരെ വണ്ടി മേടിച്ച ആൾക്കാർ, ഒരു വണ്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് മിനിമം 15 വർഷമാണല്ല. ചില വണ്ടികളിൽ 30-40 വർഷം കൂടുന്ന വണ്ടികളുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും മിനിമം പറയാം, ഒരു വണ്ടി നമ്മൾ മേടിക്കുമ്പോൾ ഒരു 15 വർഷമാണ് ഒരു വണ്ടിയുടെ മിനിമം ലൈഫ്. അപ്പോൾ ഈ E20 കോമ്പാറ്റബിൾ അല്ലാത്ത വണ്ടി അവസാനം ഇറങ്ങിയ വർഷം 2022 ആണല്ല. ചില വണ്ടികൾ 2023 ഇറങ്ങിയ വണ്ടികളാണെങ്കിലും E20 കോമ്പാറ്റബിൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ 2022 ആണ് അവസാനത്തെ വർഷം. E20 കോമ്പാറ്റബിൾ അല്ലാത്ത വണ്ടികൾ ഇറങ്ങിയ അവസാനത്തെ വർഷം 2022 ആണ്. അപ്പോൾ ഒരു നല്ല ഗവൺമെൻറ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് 2022 ഒരു 15 വർഷം E20 അല്ലാത്ത നോർമൽ പെട്രോൾ, അല്ലെങ്കിൽ E10 പെട്രോൾ ആയാലും കുഴപ്പമില്ല. E10 പെട്രോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല.
ഒരു അറ്റ്ലീസ്റ്റ് ഒരു E10 അല്ലെങ്കിൽ നോർമൽ പെട്രോൾ ഒരു 15 വർഷത്തേക്ക് കൊടുക്കുക. അത് 2022 മുതൽ ഒരു 15 വർഷത്തേക്ക് അത് മാർക്കറ്റിൽ അല്ലെങ്കിൽ പമ്പിൽ അവൈലബിൾ ആക്കുകയാണ് ഒരു ഗവൺമെൻറ് വേണ്ടിയിരുന്നത്. അപ്പോൾ 2022 ഇറങ്ങിയ വണ്ടികൾ 15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2037 വരെ ഈ നോർമൽ പെട്രോൾ അല്ലെങ്കിൽ E10 ആയിട്ടുള്ള പെട്രോൾ ആണെങ്കിലും മാർക്കറ്റിൽ അല്ലെങ്കിൽ പമ്പിൽ നിങ്ങൾ അവൈലബിൾ ആക്കേണ്ടതായിരുന്നു. E20 പെട്രോളിനേക്കാളും നിങ്ങൾ 10-15 രൂപ കൂടുതൽ മേടിച്ചോളൂ, നോ പ്രോബ്ലം. ഇവിടുത്തെ ആൾക്കാർ അത് റേറ്റ് കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? 2030 അവസാനത്തെ വണ്ടി ഇറങ്ങിയത് 2022 അല്ല. അപ്പോൾ ആ വണ്ടിനെ ആലോചിച്ചുകൊണ്ട് ഒരു 15 വർഷത്തേക്ക് 2022 + 15 2037 വരെ നോർമൽ പെട്രോൾ അല്ലെങ്കിൽ E10 പെട്രോൾ നിങ്ങൾ ഇവിടുത്തെ പമ്പുകളിൽ അവൈലബിൾ ആക്കേണ്ടതായിരുന്നു. 10-15 രൂപ നിങ്ങൾ കൂടുതൽ മേടിച്ചോളൂ, അല്ലെങ്കിൽ 10% റേറ്റ് നിങ്ങൾ കൂടുതൽ മേടിച്ചോളൂ, നോ പ്രോബ്ലം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത് തെണ്ടിത്തരം, പക്കാ തെണ്ടിത്തരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രതിപക്ഷത്തിലോട്ട് വരാം. ഇവിടുത്തെ ഈ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷങ്ങളും കുറേ കേരളത്തിലെ പല മാധ്യമങ്ങളും കുറേ ബുദ്ധിജീവികളും സിനിമാക്കാരും ആക്ടിവിസ്റ്റുകളൊക്കെ യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർ പ്രതികരിക്കില്ല. ഇവർ പ്രതികരിക്കുന്നതൊക്കെ എന്തിനാണ്? സാധാരണ ജനജീവിതത്തിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് ഇവർ പ്രതികരിക്കും. വല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു ദിവസം ന്യൂസിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ദിവസത്തെ ചർച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് കമൻറ്റ്, അങ്ങനെ രീതിയിൽ ചെറിയതായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞു പോകും. ഒരു പ്രക്ഷോഭമോ ഒരു സമരമോ ഇവർ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയോ മാധ്യമങ്ങളോ ഒരാളൊന്നും ഇവിടെ ചെയ്യില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷമാണെങ്കിലും LDF, ഇവിടുത്തെ CPM, ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും ഓൾ ഇന്ത്യ ലെവലുള്ള ആൻറ്റി മോഡി ആൻറ്റി BJP പ്രവർത്തകരാണെങ്കിലും ഇവിടുത്തെ സിനിമാക്കാരാണെങ്കിലും ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഇവരൊക്കെ പ്രതികരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന അതിൻ്റെ എവിഡൻസ് വേണം. അതിന് മോദിയെ തെറി പറഞ്ഞിട്ട് അതിനുവേണ്ടി കൂടുതൽ ഒരു മാസങ്ങളോളം അതിനെപ്പറ്റി സംസാരിച്ച് അതിന് പ്രതിഷേധം. പിന്നെ FCRക്കെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ, ഏതെങ്കിലും ഒരു ഇവിടുത്തെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. FCR ആണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ എവിഡൻസ് ആണെങ്കിലും പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മോദി ട്രംപ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷങ്ങളൊക്കെ എത്രയോ കാലം, മാധ്യമങ്ങളൊക്കെ എത്രയോ ചർച്ചകൾ. പിന്നെ വനിതാ സംവരണ ബില്ലിനെതിരെ, പിന്നെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനെതിരെ, ഇങ്ങനെ സാധാരണ ജനങ്ങളെ ജീവിതത്തിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത വിഷയങ്ങൾക്കെതിരെ ഇവിടുത്തെ പ്രതിപക്ഷമാണെങ്കിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും കേരള മാധ്യമങ്ങളല്ല, ആൻറ്റി മോഡി ആൻറ്റി BJP ആയിട്ടുള്ള പല മാധ്യമങ്ങളും ഇവിടുത്തെ സിനിമാക്കാരാണെങ്കിലും ആക്ടിവിസ്റ്റുകളാണെങ്കിലും സാമൂഹിക രംഗത്തുള്ള പല ആൾക്കാർ, ബുദ്ധിജീവികളെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കും. പക്ഷേ യഥാർത്ഥ ഒരു ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ഈ മാധ്യമങ്ങൾ ചർച്ച സംഘടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്? ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും ഇവരൊക്കെ ഉദ്ദേശം വേറെയാണ്. ഇവരുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണ്, ഇവരുടെ അജണ്ട വേറെ എന്തൊക്കെയാണ്. ഇവരൊരു യഥാർത്ഥ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമങ്ങൾ നല്ലൊരു മാധ്യമങ്ങളും ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ FCR, പൗരത്വ ഭേദഗതി നിയമം, പിന്നെ വനിതാ സംവരണ ബില്ല്, ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, അതുപോലെ മോദി ട്രംപ് വിഷയത്തിൽ ഇന്ത്യക്കുണ്ടായ ക്ഷീണം, ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള, അതായത് ഇന്ത്യയുടെ പൗരന്മാരെ ജീവിതത്തിന് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത വിഷയങ്ങളിൽ ഇവർ ഒരുപാട് ചർച്ചകൾ സംഘടിപ്പിക്കും, പ്രതിഷേധിക്കും. ബാക്കിയുള്ള ഈ ഒരു വിഷയം, E20 വിഷയം വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ട് ഇവർ മൗനം പാലിക്കുന്നു? എന്താണ് ഇവരുടെ അജണ്ട? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി വരുന്ന ആഴ്ചകളിലും മാസങ്ങളിൽ E20 വിഷയത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പല സിനിമാക്കാരും അവരൊക്കെ പ്രതികരിക്കുകയില്ലെന്ന് നമുക്ക് നോക്കാം.